ചെലവിട്ട ബ്രഹ്മാണ്ഡ ചിത്രങ്ങളുടെ ഇടയിൽ ഒരു ചെറിയ ചിത്രം. സിനിമ അധികാരം കണ്ടിട്ടില്ലെങ്കിലും സംവിധായകനാണ് താരം. കൃഷ്ണനും രാധയും എന്ന ചിത്രത്തിന്റെ എല്ലാമായ സന്തോഷ് പണ്ഡിറ്റാണ് സൺഡേ തിയേറ്ററിന്റെ ഇന്നത്തെ ഗസ്റ്റ് ടോക്കിൽ. ഒരാള് പറയുന്നതിന്റെ ഇടയിൽ കയറി പറയണത് അതത്ര ശരിയല്ല. സന്തോഷ് പണ്ഡിറ്റ് പറയാൻ പോവാണ് തന്റെ സിനിമാ അനുഭവങ്ങളെ കുറിച്ച്. എനിക്ക് എന്റെ ആരാധകരോടും വിമർശകരോടും എല്ലാം പറയാനുള്ള ഒരു കാര്യം, 100-ലധികം പുതിയ ആളുകളുടെ ഒരു സിനിമയാണിത്. തീർച്ചയായിട്ടും നിങ്ങൾ ഇത്തരം സിനിമകളെ നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യണം. ഇപ്പൊ തമിഴ്നാട്ടിൽ സുബ്രഹ്മണ്യപുരം ഉണ്ടാക്കിയ ഒരു ട്രെൻഡാണ് ഇപ്പൊ മലയാളത്തിൽ ഇപ്പോൾ നടക്കുന്നത്. ചില ചാനലുകാർ പറയുന്നു ഇനി മുതൽ മലയാള സിനിമ അറിയപ്പെടുക ബിഫോർ സന്തോഷ് പണ്ഡിറ്റ് ആഫ്റ്റർ സന്തോഷ് പണ്ഡിറ്റ് എന്നായിരിക്കും. കാരണം ഏറ്റവും ചെലവ് ചുരുക്കിയും വെറും മൗത്ത് പബ്ലിസിറ്റിയുടെ സ്ട്രെങ്ത് മനസ്സിലാക്കിച്ചും ഒരു സിനിമ വരുന്നു. ഇവിടെ ഇന്റർനെറ്റ് കാരണം ആള് കാണാനില്ല, TV സീരിയൽ കാണാൻ ആള് കാണാനില്ല, വ്യാജൻ CD കാരണം ആള് കാണാനില്ല എന്നുള്ള ഇതിനെയൊക്കെ കാറ്റിൽ പറത്തി. കാരണം നിങ്ങളുടെ ഗാനങ്ങളൊക്കെ ജനങ്ങൾക്ക് പരിചിതമാണ്. എന്നിട്ട് പോലും ആ ഗാനങ്ങളെ കാണാൻ ജനങ്ങൾ ഇടിച്ചു കയറുന്നു, വീണ്ടും കാണുന്നു. യഥാർത്ഥത്തിൽ ഞാൻ ഈ സിനിമയിലേക്ക് വരുന്നതിന് മുമ്പ് എത്രയോ സ്റ്റേജ് ഡ്രാമയിൽ അഭിനയിച്ചിട്ടുണ്ട്. അന്ന് ഒരിക്കലും ഞാനൊരു സീരിയസ് കഥാപാത്രത്തെ ഇന്നേ വരെ ജീവിതത്തിൽ ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ ആദ്യമായി ചെയ്ത ഒരു സിനിമയിൽ കൃഷ്ണന്റെ ആദ്യം എന്ന സിനിമയിലാണ് ജോൺ എന്ന കഥാപാത്രത്തെ ഞാൻ ചെയ്ത്. ഒരു സീരിയസ് കഥാപാത്രത്തെ ഞാൻ ആയുസിൽ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. ഒരു പട്ടിക്ക് അതിന്റെ വാല് കൊണ്ട് നാണം മറയ്ക്കാനാകില്ല. നീ വലിയവനാകാം എന്ന് കരുതി ഞാൻ ചെറിയവനാണെന്നുള്ള അർത്ഥമില്ല. ജീവിതത്തിൽ ഒരുത്തർ ആദ്യമായിട്ടാണ് എന്റെ മേൽ കൈവെക്കുന്നത്. ഞാൻ കരയിക്കും. ഒരു കോഴിയുടെ നിറം കറുപ്പാണെന്ന് കരുതി അതിടുന്ന മുട്ടയുടെ നിറം കറുപ്പാണെന്ന് തെറ്റിദ്ധരിക്കരുത്. എന്റെ മൂക്കിലൂടെ എത്ര കാലം ശ്വാസം പോകുന്നു അത്ര കാലം ഞാൻ ജീവിക്കും. ഞാൻ ഓർക്കുന്നു, ഞാൻ 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് തന്നെ ഞാൻ ശരിക്കും പറഞ്ഞാൽ സ്റ്റേജ് ഡ്രാമയിൽ ചെയ്തൊരു വ്യക്തിയാണ്, അഭിനയിച്ചൊരു വ്യക്തിയാണ്. കോളേജിൽ ഇങ്ങനെ ഡ്രാമ അവതരിപ്പിക്കുമ്പോൾ ഒരു പെൺകുട്ടി പറയുന്നതിന്റെ ബാക്കിയാണ് ഞാൻ പറയേണ്ടത്. ആ കുട്ടിക്ക് പെട്ടെന്ന് ആ ഡയലോഗ് മറന്നുപോയി. അത് പറഞ്ഞതിന്റെ ബാക്കിയാണ് ഞാൻ പറയേണ്ടത്. ഓഡിയൻസ് ഇങ്ങനെ നോക്കുന്നു, ഈ കുട്ടി കരയുന്നു. ഞാൻ എന്ത് ചെയ്യും? അവസാനം ഞാൻ ആ കുട്ടി എന്നോട് ചോദിക്കാൻ സാധ്യതയുള്ള കാര്യം ഞാൻ പറഞ്ഞു, നീ ഉദ്ദേശിച്ച് ഇനി നീ എന്നോട് ചോദിക്കാൻ പോകുന്ന ഇതല്ലേ, കേട്ടോ, ഇതാണ് അതിന്റെ ഉത്തരം എന്ന് പറഞ്ഞു ഞാൻ അങ്ങ് പറഞ്ഞു. നല്ല കയ്യടിയൊക്കെ കിട്ടി, തടി ഊരിയതാണ്. കാരണം വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരാൾ അവിടെ സ്ട്രഗിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതാ ഞാൻ പറഞ്ഞത്, അവിടെ നമ്മുടെ കഴിവും നമ്മുടെ മെമ്മറി പവറൊക്കെ വളരെ കൂടുതൽ വേണം. സിനിമ വളരെ റിലാക്സ് ചെയ്ത് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. ഡാഡി എന്ന വാക്കിന്റെ ഫുൾ എന്താണെന്ന് പറ. ഐഡിയ. ഡ എന്നാൽ അച്ഛനെ എടാ എന്ന് വിളിക്കുന്നതിന്റെ ഷോർട്ട് ഫോം ആണ്. ഡി എന്നാൽ അമ്മയെ എടി എന്ന് വിളിക്കുന്നതിന്റെ ഷോർട്ട് ഫോം ആണ്. ദാറ്റ് ഈസ് ഡാഡി എന്നത് അച്ഛനെയും അമ്മയും ഒരുമിച്ച് വിളിക്കുന്ന ഒരു പദപ്രയോഗമാണ്. സോ ഗെയിം ഈസ് ഓവർ. അവാർഡ് എന്ന് പറയുമ്പോൾ ഞാൻ വളരെ സീരിയസ് ആയിട്ട് പറയാണ്. നമുക്കിപ്പോ അങ്ങനത്തെ ജാടയൊന്നുമില്ല. ഇപ്പോ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയാലേ വാങ്ങൂ, ദേശീയ അവാർഡ് കിട്ടിയാലേ വാങ്ങൂ, ഇപ്പൊ ഒരു ഓസ്കാർ കിട്ടിയാലും വാങ്ങും. അങ്ങനെയാണ്. ഇപ്പൊ നടിമാരെ കാര്യം എടുക്കുകയാണെങ്കിൽ ഇപ്പോ ഞാൻ പുതിയ കുട്ടികളൊപ്പമാണ് അഭിനയിച്ചത്. എനിക്കിപ്പോ അങ്ങനത്തെ ജാടയൊന്നുമില്ല. ഇപ്പൊ ഐശ്വര്യ വിളിച്ചു കൂടെ അഭിനയിക്കുന്നതാണ് ഞാൻ റെഡി, കത്രീന വിളിച്ചാലും ഞാൻ റെഡി, നയൻതാര വിളിച്ചാലും ഞാൻ റെഡി, കരീന വിളിച്ചാലും ഞാൻ റെഡി. നമുക്ക് ജാടയില്ല, അതാണ്. തന്നാനെ തന്നെ തന്നന്നെ തന്നാനെ ഹേ ഗോകുലനാഥനായി കള്ളക്കണ്ണൻ രാധയുമായങ്ങു ചേർന്നു നിന്നേ കാളിന്തിയാറ്റി കുളിക്കുന്നേരം ഗോപികമാർ വന്നു കൂട്ടുകൂടി.
സമാന്തര സിനിമകളാണ് മലയാള സിനിമയുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. പത്മരാജൻ സാറും ഭരതൻ സാറും ലോഹിദാസ് സാറും MT സാറും ഒക്കെ നമുക്കൊരു സമാന്തര സിനിമയാണ് കാണിച്ചത്. അത് മറ്റുള്ള ഭാഷകൾക്കാർക്ക് അവകാശപ്പെടാനില്ല. അപ്പൊ മലയാള സിനിമയെ വീണ്ടും കൃഷ്ണനും രാധയും എന്ന സിനിമയിലൂടെ ഞാൻ സമാന്തര സിനിമയിലേക്കാണ് തിരിച്ചു കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്. ഞാനിപ്പോ ക്യാമറ ഒഴിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്തു. വെറും ഒരു 5 ലക്ഷത്തോളം രൂപയ്ക്ക് മൊത്തം പടം ഫസ്റ്റ് പ്രിന്റ് ആക്കി. വെറും 20,000 രൂപയുടെ ആകെ പോസ്റ്റർ ഒട്ടിച്ചു. ഇവിടെ ഓരോരുത്തർ 50 കോടിയും 100 കോടിക്കൊക്കെ ചെലവാക്കുമ്പോൾ നമ്മളൊരു 5 ലക്ഷം ചെലവാക്കി ഇവിടെ 10 കോടി 20 കോടി നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നു. അപ്പൊ ഏതായാലും അത് ഭയങ്കര ഹിറ്റും ആവുന്നു. സോ ലേശം അബ്നോർമൽ ആവുന്നതാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഈ കൃഷ്ണൻ രാധേന്റെ ഇടയിൽ തന്നെ ജിത്തുബായ് എന്ന ചോക്ലേറ്റ് ബായ് എന്ന സിനിമയുടെ കാര്യങ്ങളൊക്കെ ചെയ്യുകയും ഈ ജിത്തുബായ് എന്ന ചോക്ലേറ്റ് ബായുടെ ഓഡിയോ ഇപ്പൊ തന്നെ യൂട്യൂബിൽ അവൈലബിൾ ആണ്. നല്ല ഹിറ്റുമായിട്ടാണ് പോകുന്നത്. ആകെ കുറച്ച് ദിവസമായിട്ടുള്ള ആദ്യ ആളുകൾക്ക് അറിയില്ല ഞാൻ ഇട്ടത്. നമ്മളെപ്പോഴും മൗത്ത് പബ്ലിസിറ്റിയിൽ വിശ്വസിക്കുന്നതുകൊണ്ട് കൂടുതലായിട്ട് ആളുകളോട് പറയാനും തന്നിട്ടില്ല. ഞാൻ ഓൾറെഡി അത് തറക്കല്ലിട്ടതാണ്. പിന്നെ 3ാമത്തെ സിനിമയാണ് കാളിദാസൻ കവിത എഴുതുകയാണ്. മനസാലും കൃഷ്ണാമയം സ്നേഹത്താലും സ്വപ്നത്താലും സ്വർഗത്താലും കൃഷ്ണാമയം ഹരേ കൃഷ്ണ ശ്രീകൃഷ്ണ ഗോപാല നീ എന്റെ ഉള്ളിൽ ഹരേ രാമ ശ്രീരാമ ഗോവിന്ദ നീ എന്റെ ഉള്ളിൽ. പക്ഷേ പലരും എന്നോട് ചോദിച്ചാൽ ഇപ്പൊ ക്യാമറ ഒഴിച്ച എല്ലാ കാര്യങ്ങളും ചെയ്യാന്ന് പറയുമ്പോൾ വളരെ ബുദ്ധിമുട്ടാണ്. ഞാൻ പറയുന്നു അതിനേക്കാൾ കഷ്ടപ്പാടാണ് ഒരു വീട് കൊണ്ട് നടക്കുക എന്നുള്ളത്. ഇപ്പൊ എന്റെ കേസിൽ എടുക്കുകയാണെങ്കിൽ എനിക്ക് അച്ഛനും അമ്മയും മരിച്ചു, വീട്ടിൽ വേറെ ആരുമില്ല, ഒരു സിസ്റ്ററുണ്ട്, മാരീഡാണ്. അപ്പൊ പക്ഷെ ആ ഒരു വീട് കൊണ്ടു നടക്കാനുള്ള ഒരു കഷ്ടപ്പാട് എന്നെ സംബന്ധിച്ചിടത്തോളം, കാരണം വീട് അടിച്ചു വരാ, അതേപോലെ അലക്കുക, അങ്ങനെയുള്ള പല കാര്യങ്ങളും അതുമായി കമ്പയർ ചെയ്യുമ്പോൾ ക്യാമറ ഒഴിച്ച് എല്ലാം ചെയ്യുന്നത് വളരെ ചെറുതാണ്. അയ്യോ സാർ, ഞാൻ അത്യാവശ്യമായി തിയേറ്റർ വരെ ഒന്ന് പോവുകയാണ്. ആരാണ് ഇത്ര സീരിയസ് ആയി ഓപ്പറേഷൻ തിയേറ്ററിൽ കിടക്കുന്നത്? ഓപ്പറേഷൻ തിയേറ്റർ അല്ല സാർ, സിനിമ തിയേറ്റർ. എന്താണ് നിന്റെ പേര്? ജോൺ. എന്ത് ഫോണോ? ഫോണല്ല സാർ, ജോൺ. എന്താണ് നിന്റെ മുഖത്തൊരു കള്ളലക്ഷണം? അതെനിക്ക് പാരമ്പര്യമായി കിട്ടിയതാണ്. ഈ നമ്മളെ പുരാണത്തിലുണ്ടല്ലോ ഒരു കർണൻ എന്ന് പറഞ്ഞ കഥാപാത്രമുണ്ട്. അദ്ദേഹം ജനിക്കുമ്പോഴേ ഒരു ശരീരത്തിൽ കവചം ഉണ്ട് എന്നാണ് പറയുന്നത്. അതേപോലെ ഞാൻ ജനിക്കുമ്പോഴേ എനിക്കൊരു ചെറിയൊരു കോട്ടായിട്ടാണ് ജനിച്ചിരിക്കുന്നത്. അപ്പൊ ദേവൻ എന്നോട് പ്രത്യേകം പറഞ്ഞു, മോനെ ദിനേശ, ഈ കോട്ട് നീ ഒരിക്കലും മാറ്റരുത്. എപ്പോ നീ കോട്ട് ഊരുന്നോ നീ സിനിമയിൽ നിന്ന് ഔട്ടാവുന്നു. അതുകൊണ്ടാണ് ഞാൻ ഉറങ്ങുമ്പോ വരെ കോട്ടിട്ടുണ്ട് ഉറങ്ങുന്നത്. ആരാധകരായും അപ്പൊ അവർക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യം, അല്ല അവർക്ക് ഇഷ്ടപ്പെട്ട ഒരാളോട് സംസാരിച്ചു അവർക്കൊരു സന്തോഷം ഉണ്ടാവും. അപ്പൊ അവർക്ക് രാത്രി നല്ലൊരു ഉറക്കം കിട്ടും. വിമർശകരായാലും അവർക്ക് ഇഷ്ടമില്ലാത്തവരെ വിളിച്ച് 4 തെറി പറഞ്ഞു, അപ്പോൾ അവർക്കൊരു സന്തോഷം ഉണ്ടാവും. അവർ രാത്രി നല്ല ഉറക്കം കിട്ടും. രാത്രി ശുഭരാത്രി ഇനി എന്നും ശിവരാത്രി ജന്മം പുനർജന്മം നീ എന്നും കാമാക്ഷി പ്രേമം പുതുപ്രേമം നീ എന്നും മണവാട്ടി രാഗമനുരാഗം നീ എന്നും അനുരാഗി ഞാൻ ഇന്ത്യ മുഴുവൻ സഞ്ചരിച്ചൊരു വ്യക്തിയാണ്. കാരണം ഗാന്ധിയൻ ഫിലോസഫിയാണ് കൂടുതൽ വായിച്ചിരുന്നത്. അപ്പോൾ ഇന്ത്യയുടെ ആത്മാവ് ഗ്രാമങ്ങളിൽ നിന്ന് കണ്ടപ്പോൾ അത് സത്യമാണെന്ന് മനസ്സിലാക്കാൻ ഇന്ത്യ മുഴുവൻ സഞ്ചരിച്ചൊരു വ്യക്തിയാണ്. വീട്ടിലെ ചെറുപ്പത്തിൽ അച്ഛൻ എന്നോട് പറയുമായിരുന്നു, അച്ഛൻ ഇപ്പൊ ജീവിച്ചിരിപ്പില്ല, എന്നാലും അച്ഛൻ പറയുന്ന കാര്യം, നമ്മൾ എത്രമാത്രം വിദ്യാഭ്യാസം ഉണ്ടോ അത്രയും നമുക്ക് ഐക്യം ഉണ്ടാവും പറയും, ഇന്റലിജന്റ് കോഫിഷ്യന്റ്. അല്ലാതെ അച്ഛൻ ഇപ്പൊ നമ്മളെ ഒരു വിദ്യാഭ്യാസം ഉള്ളവെന്ന് പറയാൻ നമ്മളെ വിചാരിച്ച ബുദ്ധിമാൻ എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസം ഉള്ളവൻ എന്നൊരു കൺസെപ്റ്റാണ് പൊതുവെ നമുക്കുണ്ടാവും. അച്ഛൻ പറയുന്ന ഒരിക്കലും അങ്ങനെയല്ല. ഒരു പ്രശ്നം വളരെ കൂളായിട്ട് ഫേസ് ചെയ്യാൻ കഴിവുള്ളവരും അവനവന്റെ മൈനസ് പോയിന്റ് പോലും അവനവന്റെ വീക്ക്നെസ് പോലും ഭംഗിയായിട്ട് ഉപയോഗിക്കാൻ കഴിവുള്ളവനുമാണ് ബുദ്ധിമാൻ എന്നാണ് എന്റെ അച്ഛനിൽ നിന്ന് കിട്ടിയ ഉപദേശം. ഞാൻ ബുദ്ധിമാനാണോ ഇല്ലേ എന്നുള്ളത് എല്ലാവരും അവനവനെ പറ്റി വലിയ ടോപ്പ് അഭിപ്രായമാണല്ലോ പറയാം. ഇനി നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് ഞാൻ ബുദ്ധിമാനാണോ മണ്ടനാണോ. തിരക്കുകൾക്കിടയിലും സൺഡേ തിയേറ്ററിന്റെ അതിഥിയായി എത്തിയ സന്തോഷ് പണ്ഡിത്തിന് എല്ലാവിധ ഭാവങ്ങളും.